അങ്ങനെ ആളും ആരവവും നിറഞ്ഞു. കൗമാര കലാമേളയുടെ ആരവത്തിലാണ് പൂരനഗരി. ശക്തന്റെ തട്ടകത്തിലെ വേദികളിലെല്ലാം മികവിന്റെ കലാകാഴ്ചകളാണ് അരങ്ങേറുന്നത്. കലോത്സവം തുടങ്ങി 2ാം ദിനമേ ആയിട്ടുള്ളൂ. ജനുവരി 18-നാണ് കലാമാമാങ്കത്തിന്റെ സമാപനം. അന്ന് 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് ആര് തൂക്കും എന്നുള്ള ചർച്ച ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 1/4 നൂറ്റാണ്ടിന് ശേഷം സ്വന്തമാക്കിയ കപ്പ് തൃശൂർ വിട്ടു നൽകുമോ? കണ്ണൂർ തിരിച്ചു പിടിക്കുമോ? കൂടുതൽ കപ്പടിച്ച കോഴിക്കോട് നേടുമോ? അതോ പാലക്കാടോ? പതിവ് തെറ്റിച്ച് കപ്പ് തെക്കോട്ടേക്ക് എത്തുമോ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ കലോത്സവം തുടങ്ങി ഈ 2ാം ദിവസം തന്നെ ഇക്കാര്യത്തിനെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നു. അത് വേണോ എന്നുള്ള ചോദ്യം ഒന്നും വേണ്ട, നമുക്കിതൊരു ഫണ്ണായിട്ട് എടുക്കാം. എന്തായാലും കലോത്സവ നഗരിയിലുള്ളവർ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആര് കപ്പടിക്കും എന്നുള്ളത് നമുക്കത് കേട്ടു നോക്കാം. കലോത്സവ വേദിയിൽ എത്തിയിട്ടുള്ള മത്സരാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആര് കപ്പടിക്കും എന്നറിയാനാണ്. പക്ഷേ പോയിന്റ് നില നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വെറും 2 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് പല ജില്ലകളും ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കാണ് ഒരു മത്സരം, ഒരു ജയസാധ്യത എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു വരാം. ഇവിടെ കലോത്സവം കാണാൻ വന്നതാണോ? ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വന്നതാ. ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അപ്പൊ അത് കാണാൻ ഫുഡ് കമ്മിറ്റി തൃശ്ശൂരാണ്. തൃശ്ശൂര്. അപ്പൊ ഈ കലോത്സവം കണ്ടിട്ട് എന്ത് തോന്നുന്നു? നമ്മള് തൃശ്ശൂര് തന്നെ കപ്പടിക്കുവോ? കപ്പടിക്കും, നമ്മൾ തന്നെ അടിക്കും. പക്ഷെ കണ്ണൂരും കോഴിക്കോടൊക്കെയാണ് ലീഡ്. പക്ഷെ ലാസ്റ്റ് ഇവിടെ ആയി കാരണം നമുക്ക് അടിച്ചാൽ മതി. എന്ത് തോന്നുന്നു? ഹാപ്പിനെസ്, നല്ല സന്തോഷമുണ്ട്. ആര് കപ്പടിക്കും? തൃശ്ശൂർ അടിക്കണം. തൃശ്ശൂർ അടിക്കും തോന്നുന്നു. ഹായ് ടീച്ചർ. ഹലോ. ഏതാ മത്സരം? ഏതായിരുന്നു പിള്ളേരുടെ? ഹയർ സെക്കൻഡറി വിഭാഗം ലൈറ്റ് മ്യൂസിക് ലളിതഗാനം. ആര് കപ്പടിക്കും ഇത്തവണ? കോഴിക്കോട് തന്നെ, ഒരു സംശയമില്ല. ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. മാറി മറിയും. തീർച്ചയായും മാറി നമുക്ക് തന്നെയായിരിക്കും കപ്പ്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴും ഭയങ്കര കനത്ത മത്സരമാണ്. ഇപ്പൊ 1ാം സ്ഥാനത്തുള്ള കണ്ണൂരിന് 276 പോയിന്റ് ആണെങ്കിൽ വെറും 2 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. അതൊക്കെ മാറി മറിയും. അവസാന നിമിഷം എന്തായാലും മാറി കോഴിക്കോട് കപ്പടിക്കും. കോഴിക്കോട്. ലളിതഗാനത്തിന്റെ ഒരു ചെറിയൊരു എന്തെങ്കിലും പാടിത്തരാവും? മധുറും മനസ്സിൻ മൺശിരാതിൽ മായാതെ ബാല്യകാലം. ഇത്തവണത്തെ കലോത്സവത്തിന് ആര് കപ്പടിക്കും? നമ്മള് കപ്പടിക്കും. നമ്മൾ കൊടുക്കത്തില്ല. തിരുവനന്തപുരം തന്നെ കപ്പടിക്കും. ആര് കപ്പടിക്കും? തിരുവനന്തപുരം. അപ്പൊ ഇന്ന് ഈ കലോത്സവത്തില് ഇത് കഴിയുമ്പോ ആര് കപ്പടിക്കുന്ന തോന്നുന്നേ? തൃശ്ശൂർ. ഉറപ്പാണോ? അതെന്താ? നമ്മുടെ ജില്ലയെ വേണ്ട. അപ്പൊ തൃശ്ശൂർ കപ്പടിക്കും. ഈ ഒരു വൈബ് കണ്ടിട്ട് ഏത് ജില്ല ഫസ്റ്റ് കപ്പടിക്കുമെന്നാ തോന്നുന്നേ? ചിലപ്പോൾ തൃശ്ശൂർ തന്നെ അടിക്കുമെന്നാ തോന്നുന്നേ. കാരണം അവര് തിരുവനന്തപുരം വിട്ടുകൊടുക്കില്ല. നല്ല മത്സരം കാഴ്ചവെക്കും. നല്ല കടുപ്പിക്കും. മത്സരം കടുപ്പിക്കും. ടീച്ചർക്ക് എന്താ തോന്നുന്നേ? ഞങ്ങളുടെ ജില്ലയല്ലേ തിരുവനന്തപുരം, നമ്മൾ ജയിക്കണമെന്നാണ് ഞങ്ങൾക്ക്. ആര് കപ്പടിക്കുമെന്നാ തോന്നുന്നേ? എന്നാലും മത്സരത്തിന്റെ ഒരു ആവേശമൊക്കെ കണ്ടിട്ട് തൃശ്ശൂരായിരിക്കണം. എങ്ങനെയുണ്ടായിരുന്നു ഒരു ആവേശം മത്സരത്തിന്റെ? ഏത് ജില്ലയെന്നാ വരുന്നേ? കാസർഗോഡ്. ഇത്തവണ ആര് കപ്പടിക്കുമെന്നാ തോന്നുന്നേ? കണ്ണൂർ അടിക്കാനാണ് ചാൻസ്. എന്നാലും നമ്മുടെ ജില്ല കാസർഗോഡ് ആയതുകൊണ്ട് മംഗലങ്ങളി കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഏത് ജില്ലയെന്നാ വരുന്നേ? കോഴിക്കോട് നിന്നാണ്. അപ്പൊ ഈ ഇത്തവണ ആര് കപ്പടിക്കുമെന്നാ തോന്നുന്നേ? ഒരു സംശയമില്ല, നമ്മൾ തന്നെ കൊണ്ടുപോകും. പക്ഷെ ഇപ്പൊ കോഴിക്കോടല്ല, കണ്ണൂരാണ് മുന്നിൽ. അപ്പൊ അതൊന്നും സാരമില്ല. ലാസ്റ്റ് മാറി. ഏതാ ജില്ല? ഏതാ? മലപ്പുറം. അപ്പൊ ഇത്തവണ കപ്പ് ആരടിക്കുമെന്നാ തോന്നുന്നേ? ഞങ്ങൾ തന്നെയോ? മലപ്പുറം തന്നെ അടിക്കും. ഒരു സംശയമില്ല. കണ്ണൂരാണ് മുന്നില്. മലപ്പുറം വരും. ആര് കപ്പടിക്കുന്ന തോന്നുന്ന ഇത്തവണ? തൃശ്ശൂര് ജയിക്കത്തുള്ളൂ. പക്ഷേ കണ്ണൂരും കോഴിക്കോടൊക്കെയാണ് മുന്നില്. എങ്കിലും സാരമില്ല. നിങ്ങൾ ഏതാ ജില്ല? തൃശ്ശൂർ. അപ്പൊ ആര് കപ്പടിക്കും? ഉറപ്പാണോ? അതായത് നമ്മള് കപ്പ് കൊടുക്കത്തില്ല. ഇത്തവണ ആര് കലോത്സവത്തിന് കപ്പടിക്കുന്നത്? നല്ല കോമ്പറ്റീഷനാണ്. ഈ തൃശ്ശൂർ കപ്പ് നിലനിർത്തുമോ അതോ വേറെ ഏതെങ്കിലും ജില്ല കൊണ്ടുപോകും? ഇത്തവണ ആര് കപ്പടിക്കുന്നത് തോന്നുന്നേ? എറണാകുളം. നിങ്ങൾ എറണാകുളത്താണോ? ഓക്കെ. നിങ്ങൾ പാലക്കാടാണ്. അറിയില്ല. ഓക്കെ. അപ്പൊ സാധ്യത ഇപ്പൊ കണ്ണൂരാണ് മുന്നിൽ. അതൊക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും മാറി മറിയുമല്ലേ?